മസാല ബോണ്ട് വിഷയത്തിൽ ഇഡി നൽകിയ സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഇഡി സമൻസ് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ ലംഘനമാണ് പുതിയ സമൻസെന്നും ഹർജിയിലുണ്ട്. സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജി വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. തനിക്ക് വീണ്ടും സമൻസ് അയച്ച ഇഡി നടപടി നിയമപരമല്ലെന്നാണ് തോമസ് ഐസക് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. സെക്ഷൻ 37 പ്രകാരമുള്ള നോട്ടീസ് അയക്കാൻ ഇഡിക്ക് കഴിയില്ല. സെക്ഷൻ 13 പ്രകാരമുള്ള ക്രമക്കേട് കണ്ടെത്തിയാൽ മാത്രമേ സമൻസ് അയക്കാൻ കഴിയൂ. തൻ്റെ മറ്റൊരു ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതായി തോമസ് ഐസക് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് സമൻസ് എന്നാണ് ഇഡിയുടെ വിശദീകരണം. ആ വാദം നിലനിൽക്കില്ലെന്ന് കണ്ടാണ് തനിക്ക് നൽകിയ ആദ്യ സമൻസ് മുൻപ് ഇഡി പിൻവലിച്ചത്. കിഫ്ബിയിൽ നിലവിൽ തനിക്ക് റോളില്ല. അതിനാൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ച് തൻ്റെ കൈവശം രേഖകളില്ല. കിഫ്ബിയുടെ കൈവശമാണ് രേഖകളെന്നും അക്കാര്യത്തിൽ തനിക്കൊന്നും പറയാനില്ലെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നു. ആദ്യ സമൻസിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞ് 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ സമൻസ് അയക്കുകയായിരുന്നു ഇഡി. ഇത് നിയമപരമല്ലെന്നും റദ്ദാക്കണമെന്നും തോമസ് ഐസക് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജി മറ്റന്നാൾ കോടതി പരിഗണിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.